നമസ്കാരം. മണ്ഡലം നിലനിർത്താനും പിടിച്ചെടുക്കാനുമുള്ള പോരാട്ടമാണ് കാസർഗോഡ് നടക്കുന്നത്. തുളുനാട് ആർക്കൊപ്പം നിൽക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത മട്ടിലാണ് ഇവിടുത്തെ ത്രികോണ പോരാട്ടം. ഇടതുപക്ഷത്തിൻ്റെ നെടുങ്കോട്ട എന്നറിയപ്പെടുന്ന മണ്ഡലം 35 വർഷത്തിന് ശേഷം പിടിച്ചെടുത്ത് 2019 ചരിത്രം കുറിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ വീണ്ടും മത്സരത്തിനിറങ്ങി അംഗം മുറുക്കുന്നത് ആ ചരിത്രം ആവർത്തിക്കാനാണ്. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ മണ്ഡലം നിലനിർത്തുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ആവർത്തിച്ചു പ്രഖ്യാപിക്കുമ്പോൾ പിഴവുകളുടെ പഴുതടച്ച് വടക്കൻ കോട്ട തിരിച്ചു പിടിക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് CPM മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായ MV ബാലകൃഷ്ണൻ പടയോട്ടം നടത്തുന്നത്. മോദി ഗ്യാരണ്ടി ഉറപ്പ് നൽകി തുളുനാടൻ കോട്ട പിടിക്കാൻ NDA രംഗത്തിറക്കിയത് പുതുമുഖ വനിതയായ ML അശ്വിനിയാണ്. സീറ്റ് നിലനിർത്തുക രാജ്മോഹൻ ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം UDF കരുതുന്നത്ര എളുപ്പമാകില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. 7 അസംബ്ലി മണ്ഡലങ്ങളിൽ കല്യാശ്ശേരി, പയ്യന്നൂർ, തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട്, ഉദുമ മണ്ഡലങ്ങൾ ഇടതുമുന്നണിയുടെ നെടുങ്കോട്ട തന്നെയാണ്. കാസർഗോഡ്, മഞ്ചേശ്വരം മണ്ഡലങ്ങൾ മാത്രമാണ് UDF അനുകൂലം. 2019 രാഷ്ട്രീയ സാഹചര്യമല്ല മണ്ഡലത്തിൽ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ച് പ്രധാനമന്ത്രിയാകുമെന്നുള്ള പ്രചാരണവും ശബരിമല വിഷയത്തിൽ LDFനെതിരെ ഉണ്ടായ പ്രചാരണവും അതിലേറെ പെരിയ കൊലക്കേസുമാണ് ഉണ്ണിത്താനെ കഴിഞ്ഞ തവണ വിജയിപ്പിച്ചത്. 2014 2.5 ലക്ഷം വോട്ടുണ്ടായിരുന്ന NDAക്ക് കഴിഞ്ഞ തവണ അത് 1.71 ലക്ഷമായി കുറഞ്ഞിരുന്നു. അതിൽ നല്ലൊരു പങ്ക് കൊല്ലത്ത് നിന്ന് ഗ്ലാമർ പരിവേഷവുമായി വന്ന ഉണ്ണിത്താൻ അനുകൂലമായി കിട്ടുകയും ചെയ്തു. NDAയുടെ ഉറച്ച വോട്ടുകൾ ചെറുപ്പക്കാരിയായ അശ്വിനിയിലൂടെ തിരിച്ചു പിടിച്ചാൽ ഭീഷണിയാകുന്നത് ഉണ്ണിത്താൻ്റെ വിജയസാധ്യതയ്ക്ക് തന്നെ. പ്രചാരണത്തിൽ ഉണ്ണിത്താനെ പിന്നിലാക്കിയാണ് ഇടതിലെ MV ബാലകൃഷ്ണനും NDAയുടെ അശ്വിനിയും മുന്നേറുന്നത്. ഡൽഹിയിൽ നിന്ന് പണം വരാത്തതും കൂപ്പൺ പിരിവ് ഫലപ്രദമാകാത്തതും ഉണ്ണിത്താന് ക്ഷീണമാകുന്നുണ്ട്. അതേസമയം ചില പ്രാദേശിക വിഷയങ്ങളാണ് MV ബാലകൃഷ്ണനുള്ള പ്രതികൂല ഘടകം. പൗരത്വ ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നടപ്പിലാക്കിയത് കാസർഗോഡ് മണ്ഡലത്തിലെ മുസ്ലിം വോട്ടർമാരിൽ ഒരു ഇടത് അനുകൂല തരംഗമുണ്ടാക്കിയിരുന്നു. ജില്ലയിൽ മുസ്ലിം ഭൂരിപക്ഷ കേന്ദ്രങ്ങളിൽ നൈറ്റ് മാർച്ച് നടത്തിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് പങ്കെടുത്ത് കാഞ്ഞങ്ങാട് പ്രതിഷേധ കൂട്ടായ്മ നടത്തിയുമാണ് ഇടതുമുന്നണി കേന്ദ്ര സർക്കാരിനെതിരെ പൊതുവികാരം ഉയർത്തിക്കൊണ്ടുവന്നത്. എന്നാൽ റിയാസ് മൗലവി വധക്കേസിൽ പ്രതികളെയെല്ലാം വെറുതെ വിട്ടുകൊണ്ടുള്ള വിധിയാണ് മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന് അപ്രതീക്ഷിത തിരിച്ചടിയായത്. പഴയ ചൂരിയിലെ പള്ളിയിൽ കയറി റിയാസ് മൗലവിയെ ക്രൂരമായി വെട്ടിക്കൊന്ന കേസിൽ 7 വർഷത്തിന് ശേഷം വിചാരണ പൂർത്തിയാക്കിയാണ് കാസർഗോഡ് കോടതി 3 പ്രതികളെയും വെറുതെ വിട്ടത്. ഈ വിഷയം CPM BJP അന്തർധാരയുടെ ഭാഗമായി പോലീസും പ്രോസിക്യൂഷനും മനഃപൂർവ്വം ഒത്തുകളിക്കുകയായിരുന്നു എന്ന രീതിയിൽ എത്തിക്കാൻ UDFന് സാധിച്ചു. UDF ഇത് ന്യൂനപക്ഷ മേഖലകളിൽ വ്യാപകമായ പ്രചാരണ വിഷയമാക്കുകയും ചെയ്തു. ഈ അപകടം തിരിച്ചറിഞ്ഞ് അപ്പീലിന് പോകാൻ സർക്കാർ തീരുമാനമെടുത്തത് LDFന് ആശ്വാസം പകരുന്നതാണ്. മണ്ഡലത്തിലെ 2 ലക്ഷത്തോളം വരുന്ന പുതിയ വോട്ടർമാരായിരിക്കും ഇത്തവണ ആര് ജയിക്കണമെന്ന് യഥാർത്ഥ തീരുമാനമെടുക്കുക. ഏറ്റവും കൂടുതൽ പുതിയ വോട്ടർമാരുള്ളത് ഇടതുകോട്ടയായ കല്യാശ്ശേരി, പയ്യന്നൂർ, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിൽ നിന്നാണ്. കാസർഗോഡ്, മഞ്ചേശ്വരം മണ്ഡലങ്ങളിലാണ് ഏറ്റവും കുറവ് പുതിയ വോട്ടർമാർ.